ആദ്യം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ ഗെയിമിംഗ്. നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്തെടുക്കാൻ നേരത്തെ സെറ്റാക്കിയ നമ്മളെ അയൺ പിക്കാക്സ് എടുക്കുക. ഫോർച്യൂണർ റെസിപ്പി അൺലോക്ക് ചെയ്ത് ചെക്ക് തന്ന റെസിപ്പി ഓക്കെ. രണ്ടായി ഓക്കെ, മൂന്നെണ്ണം. ഇനി അടുത്തത് 3 ഉണ്ടാക്കിയിട്ട് ഇല്ലേ, അടുത്തത് നമുക്കിത് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. പിക്കാക്സ് ഉണ്ടാക്കി വേറെ ഒന്നുമില്ല. ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് എത്ര ഉണ്ട്? 8 മതി. തൽക്കാലം 8 മതി. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കി. അങ്ങനെ പിക്കാക്സും ഉണ്ടാക്കി. ഈ ഫസ്റ്റ് പിക്കാക്സ് അങ്ങനെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് ആർമറും ടൂൾസും ഒക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെ ഡയമണ്ട് സെറ്റ് ചെയ്യണം. ആദ്യം എല്ലാം മൈൻ ചെയ്ത് നമുക്ക് എടുക്കണ്ട. അല്ലാതെ ഇങ്ങനെ വില്ലേജറിനെ പിടിച്ച് ട്രേഡ് ചെയ്ത് അതൊക്കെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് തൽക്കാലം മൈൻ ചെയ്ത് എടുക്കാം. അത് മതി. പിന്നെ ഇത് നോക്കട്ടെ, ലെക്ക് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ ലെക്ക് അങ്ങോട്ട് പോകും തോറും എത്ര ഉണ്ടെന്ന് ഇനിയിപ്പോൾ ഈ അടുത്ത സമയത്തൊന്നും കിട്ടില്ല. അതാണ് ഈ ഡയമണ്ട് മൈനിങ്ങിൻ്റെ പ്രത്യേകത. സ്റ്റിക്കുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഓക്കെ. ചിലപ്പം ഇത് പ്രോപ്പർലി ചെറിയൊരു മിത്താണ്. നമ്മൾ ഈ സാധാ പിക്കാക്സ് പൊട്ടാറാത്തത് ഡയമണ്ട് കാണേണ്ടതാണ്. കുറേ കാലം കൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നോക്കട്ടെ, അതുപോലെ കേൾക്കാൻ പറ്റുന്ന പറയണം. ആരോടെ പറയാൻ? 2 സബ്സ്ക്രൈബർ ഞാൻ. അതിൽ ഒരു വ്യൂ ഞാൻ തന്നെയാണ്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അതൊരു ഒന്ന് ചത്തുപോയിട്ട് ഈ സോമ്പിയൊക്കെ ഇവിടെ പറഞ്ഞു എൻ്റെ മേലെ. എൻ്റെ ഒരു ക്യാവാങ്ങുന്നുണ്ട്. വവ്വാലിൻ്റെ കരച്ചിലൊക്കെ ഇതെന്ത് ഇത്രയും റെഡ് സ്റ്റോൺ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. പക്ഷേ ഈ റെഡ് സ്റ്റോണിൻ്റെ കളിയൊന്നും നമുക്ക് അത്ര വശമില്ല. പഠിച്ചെടുക്കണം. 5 മിനിറ്റ് ആയി. അഞ്ചിനത്തെ കളി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ്. നോക്കട്ടെ, ഒന്നും സെറ്റായില്ല. അതുകൊണ്ട് നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ സെറ്റ് ചെയ്യണം. ഹാർഡ് വർക്ക് കളിക്കണമെന്ന് വിചാരിച്ചത്. 5 മിനിറ്റ് ആയാലും